Hello guys, എൻ്റെ പേര് അശ്വിൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ കോവിഡ് വാക്സിൻ 18 തൊട്ട് 40 വയസ്സ് വരെയുള്ളവർക്ക് കോവിഡ് വാക്സിൻ ബുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം നമ്മൾ സൈറ്റിൽ കയറുമ്പോൾ എല്ലായിടത്തും സ്ലോട്ട് ഇല്ലെന്നാണ് കാണിക്കുന്നത്, ബുക്ക്ഡ് ആയെന്നാണ് എല്ലായിടത്തും കാണിക്കുന്നത്. ആകെയുള്ളത് നമ്മൾ പെയ്ഡായി വാക്സിൻ എടുക്കാൻ പറ്റുന്നിടത്ത് മാത്രമേ ഉള്ളൂ. അല്ല നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നിടത്ത് ഒരിടത്ത് പോലും വാക്സിൻ ബുക്ക്ഡ്, എല്ലായിടത്തും വാക്സിൻ ബുക്ക്ഡ് എന്നാണ് കാണിക്കുന്നത്. അതിനൊരു പരിഹാരം, നിങ്ങൾക്ക് എങ്ങനെയാണ് വാക്സിന്റെ സ്ലോട്ട് അവൈലബിലിറ്റി അറിയാൻ പറ്റുന്നതെന്നാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് മാക്സിമം ഷെയർ ചെയ്യുക. കാരണം വാക്സിൻ ഇല്ലാതെ നമുക്ക് വാക്സിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നമുക്ക് ഇപ്പോൾ എവിടെയും പോകാൻ പറ്റത്തില്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ ടൗണിലോട്ട് പോകണമെങ്കിൽ വരെ ജസ്റ്റ് നമ്മുടെ വാക്സിന്റെ സർട്ടിഫിക്കറ്റ് എന്തായാലും വേണം. അതുകൊണ്ട് ഇത് മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അന്നത്തെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് എല്ലായിടത്തും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 18 മുതൽ 41 വരെയുള്ളവർക്ക് വാക്സിൻ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. വാക്സിന്റെ സ്ലോട്ട് ആർക്കും കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്ന നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോ നോട്ടിഫൈ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിലെ ക്രോം ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ കോവിൻ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തവരാണ് ഫോൺ നമ്പർ വെച്ച് അത് സൈൻ ഇൻ ചെയ്യുക. ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ സൈൻ ഇൻ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അതിനുശേഷം നമ്മൾ ന്യൂ ടാബ് എടുത്തിട്ട് അതിനുശേഷം അണ്ടർ 45 എന്ന് പറഞ്ഞ് അടിക്കുക. under45.in. അത് കാണുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ടെലിഗ്രാം അലേർട്ട്സ് എന്ന് പറഞ്ഞൊരു സാധനം കാണും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വേറൊരു സൈറ്റിലോട്ടായിരിക്കും പോകുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ടെലിഗ്രാം അലേർട്ട്സ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ കയറും. അവിടെ നമ്മൾക്ക് ഇങ്ങനെ കാണാം എത്ര ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്, എത്ര ചാനൽസ് ഉണ്ട്, നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇതിലെ ഏജ് 18 മുതൽ 44 വരെയുള്ളവർക്ക് മാത്രമായിരിക്കും. ഇവിടെ നമുക്ക് സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം. ഞാൻ കൊടുക്കുന്ന കേരളമാണ്. അല്ലാതെ ഏത് സ്റ്റേറ്റ് വേണം കൊടുക്കാം. നമുക്കിവിടെ ഇഷ്ടമുള്ളത് കൊടുക്കാം. കാസർഗോഡ്, കൊല്ലം, കോട്ടയം, ഇടുക്കി, നമ്മുടെ ഏത് സ്റ്റേറ്റ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഞാൻ സെലക്ട് ചെയ്യുന്നത് കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോടെന്ന് സെലക്ട് ചെയ്യുമ്പോൾ U45 കോഴിക്കോട് എന്ന് പറഞ്ഞ് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ടെലിഗ്രാമിൻ്റെ ഒരു ഗ്രൂപ്പിലോട്ടായിരിക്കും പോകുന്നത്. അവിടെ ഒരു ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഡോസും ഏതാണ് വാക്സിൻ, ഏത് ഏജ് ഗ്രൂപ്പാണ്, ഏത് സ്ഥലത്താണ്, പിന്നെ ഏതാണ് ദിവസം എന്നെല്ലാം കാണിക്കും. അതുമാത്രമല്ല നമ്മുടെ സ്ലോട്ട് എത്രയാ ഹോസ്പിറ്റലിൽ ബാക്കിയുണ്ടെന്ന് കാണിക്കും. ഇപ്പോൾ PHC ആണെങ്കിൽ അവിടെ കാണിക്കും. ഹോസ്പിറ്റലിൻ്റെ പേരടക്കം നമ്മൾ കാണിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ കാണിക്കുന്നതാണ്. ഇതിപ്പം നമ്മുടെ കോഴിക്കോടുള്ള 18+ ആണ്. 18 മുതൽ 44 വരെയുള്ളവർക്കുള്ള ഇതാണ് വാക്സിൻ്റെ ഫസ്റ്റ് സ്ലോട്ടാണ് ഇത് കാണിച്ചു തരുന്നത്. അപ്പം കണ്ടില്ലേ, 14 ജൂൺ 2021 30 സ്ലോട്ടുണ്ട് ആ PHCയിൽ. അങ്ങനെ നമുക്ക് ഏതും ജില്ല കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്ഥലത്തെ വേണമെങ്കിലും കാണാൻ പറ്റുന്നതാണ്. രണ്ടാമതായി നമ്മൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിയുമ്പം ഹെൽത്തിഫൈ മീ വാക്സിൻ അലേർട്ട് എന്ന് പറഞ്ഞ് അടിക്കുക. അതിനുശേഷം നമ്മൾ അതിന് താഴെയുള്ള ഈ ഹെൽത്തിഫൈ മീ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഇങ്ങനൊരു സൈഡിലോട്ട് പോകും. അതിൽ വാക്സിൻ മീ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾ ഇങ്ങനൊരു സൈഡിലേക്ക് പോകും. ഇവിടെ നമ്മൾ നമ്മുടെ സ്റ്റേറ്റ് കൊടുക്കണം. സ്റ്റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ സ്റ്റേറ്റ് കേരളമാണ്, കേരളം, കർണാടക അങ്ങനെ നമ്മുടെ സ്റ്റേറ്റ് അടിക്കണം. അതിനുശേഷം നമ്മുടെ പിൻകോഡ് അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റ് അങ്ങനെ കൊടുക്കാൻ പറ്റുന്നതാണ്. അതായത് ഡോസ് 1, ഡോസ് 2, സ്ലോട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ സ്റ്റേറ്റ് നമ്മൾ സെർച്ച് ചെയ്തോ. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്ന കേരളമാണ്. കേരളം നമുക്ക് ടൈപ്പ് ചെയ്യാം. അപ്പോൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ താഴെ ഡിസ്ട്രിക്റ്റ് വരും. അപ്പോൾ നമ്മുടെ ഡിസ്ട്രിക്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ കാസർഗോഡ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം സ്ലോട്ട് 1 ഞാൻ കൊടുത്തു. അപ്പോൾ നമുക്ക് കാണാം ഡോസ് 1 ഏതൊക്കെ ദിവസമാണ് കിട്ടുന്നതെന്ന്. ഏജ് നോക്കാം, 18 ഏതൊക്കെ ദിവസം ഉണ്ടെന്ന് നമുക്ക് കാണാം. അത് മാത്രമല്ല നമുക്ക് ഇപ്പോൾ എറണാകുളം ഞാൻ കൊടുത്തിട്ടുണ്ട്. എറണാകുളം കൊടുത്തു കഴിയുമ്പോൾ ആ എറണാകുളത്തെ സ്ലോട്ട് 16 ഫ്രൈഡേ അപ്പോൾ ആ ഹോസ്പിറ്റൽ കാണിക്കും. അപ്പോളോ ഹോസ്പിറ്റൽ കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല കോവിഷീൽഡാണ്, നമ്മുടെ ഫ്രീ അല്ല, നമ്മൾ പൈസ കൊടുത്തിട്ടാണ്. അതും കാണിക്കുന്നുണ്ട്, അവിടെ പൈസയും കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല വാക്സിന് ക്ലിക്ക് ചെയ്താൽ കോവിഷീൽഡ്, കോവാക്സിൻ പുട്ടിംഗ് എന്ന് പറഞ്ഞ് കാണിക്കും.
ഇപ്പം ഞാൻ എറണാകുളം ക്ലിക്ക് ചെയ്യുമ്പോൾ ആകെ നമുക്ക് കാണുന്നത് 609 സ്ലോട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയും വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. ഇങ്ങനെ നിങ്ങളുടെ ലൈവായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അപ്ഡേറ്റ് അറിയാൻ പറ്റും. ഇത് കോവിൻ സൈറ്റിൽ നിന്ന് സ്ലോട്ടിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഈ സൈറ്റിൽ കാണിക്കുന്നതാണ്. നിങ്ങളിപ്പോൾ തന്നെ ബുക്ക് ചെയ്യും. നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കോവിഡ് വാക്സിൻ നിങ്ങളുടെ അതാത് PHSCയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ സ്ലോട്ട് ബുക്ക് ചെയ്യുക, കിട്ടാത്തവർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നത് ദിസ് അർജുൻ സൈനിങ് ഔട്ട്.